ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം തന്നിരിക്കുന്നു. ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുത്തൻ പ്രതീക്ഷകളും പുത്തൻ സ്വപ്നങ്ങളും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഉത്സാഹം നൽകുന്നു. എന്നാൽ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് കരുത്ത് പകരുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. ഈ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് ഈ നല്ല പ്രഭാതം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രഭാതമന്നയുടെ ചിന്താവിഷയം ശൂന്യമായ കല്ലറ എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ 15:14. 1 കൊരിന്ത്യർ 15:14. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ലോക ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവമാണ് കർത്താവിന്റെ പുനരുത്ഥാനം. പുനരുത്ഥാനത്തിന്റെ ശക്തി അവർണ്ണനീയമാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതാപത്തിനോ റോമൻ പട്ടാളത്തിന്റെ ശക്തമായ കാവലിനോ കല്ലറവാതിക്കൽ ഉരുട്ടിവെച്ച കൂറ്റൻ പാറയ്ക്കോ ഒന്നും കർത്താവിന്റെ ഉയർപ്പിനെ തടയുവാൻ സാധിച്ചില്ല. ആഴ്ചയൂട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ കല്ലറയിൽ എത്തിയ സ്ത്രീകളോട് ദൂതൻ ഇപ്രകാരമാണ് സാക്ഷ്യം പറഞ്ഞത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. ലൂക്കോസ് 24:5-6. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവൻ അവനോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ ഏറ്റവും സന്തോഷകരമായ കാര്യം കർത്താവിന്റെ ശൂന്യമായ കല്ലറയാണ്. കാരണം ഉലകമഹാന്മാർ പലരും തങ്ങളുടെ കല്ലറകൾ മരിച്ച് മണ്ണായി തീർന്നപ്പോൾ ലോകത്തിൽ ഒരുവന്റെ കല്ലറ മാത്രം ശൂന്യമായി കിടക്കുന്നു. കാരണം മരണത്തിന് കല്ലറയ്ക്കുള്ളിൽ കർത്താവിനെ വയ്ക്കുവാൻ സാധിച്ചില്ല. മരണത്തിന്മേലും പാതാളത്തിന്മേലും അധികാരമുള്ള കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന് 25-ാമത്തെ വാക്യം. യോഹന്നാൻ 11:25. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. എത്ര വലിയ പ്രത്യാശയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ലോകത്തിൽ ആർക്കും നൽകാൻ കഴിയാത്ത വലിയ പ്രത്യാശ. നമ്മുടെ പ്രത്യാശയുടെ ഉറവിടമെന്ന് പറയുന്നത് കർത്താവിന്റെ ശൂന്യമായ കല്ലറയാണ്. ഈ കല്ലറ നമ്മെ ഓർപ്പിക്കുന്ന ഒരു വലിയ പരമാർത്ഥമുണ്ട്. അതായത് നാം മരിച്ചു മൺമറഞ്ഞാലും മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മെയും നമ്മുടെ കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. അതിന് നാം എന്തു ചെയ്യണം? കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. അതിനായിട്ട് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. രോഗികളായി ഭാരപ്പെടുന്നവരെയും പ്രയാസത്തിലും ദുഃഖത്തിലും ഇരിക്കുന്നവരെയും ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരുണ്ട്, അവരെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ചിന്നമ്മ കുഞ്ഞു വെണ്ണിക്കുളം, സുസ്മി സാബു കണ്ണമ്പള്ളി, ജോർജ് TP മാവേലിക്കര, തങ്കമ്മ കുര്യൻ കുറ്റപ്പുഴ, ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ ദൈവം അടിയങ്ങൾക്ക് ദാനം തന്നതിനായിട്ട് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അടിയങ്ങൾ ഈ ലോകത്തിലേക്ക് ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപരായിട്ടല്ല, നന്മയും പ്രസാദവും ദൈവഹിതവും എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നല്ല സാക്ഷികളായി ജീവിപ്പാടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ രോഗികളായി ഭാരപ്പെടുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. കഷ്ടത്തിലും കണ്ണുനീരിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലവിധമായ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏതവസ്ഥയിൽ ഏത് പ്രയാസത്തിലും നിന്റെ മക്കളൊക്കെ ആയിരിക്കുന്നുവോ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ കരം, വിടുതലിന്റെ കരം നിന്റെ മക്കളൊക്കെ കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമെന്ന് തമ്പുരാനോട് യാചിക്കുന്നു പിതാവേ. കർത്താവ് അടിയങ്ങളുടെ ആയുസ്സിൽ തരുന്ന ഓരോ നിമിഷവും കർത്താവേ, അത് ദൈവനാമൗത്വത്തിനായി ജീവിപ്പാൻ, നല്ല സാക്ഷികളായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് കൊടുക്കുന്ന ആയുസ് നാളുകള് സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും ജീവിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ വർഷം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളെ എല്ലാം സമസ്തമായി ഒരിക്കൽ കൂടെ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പകൽക്കാലം അടിയങ്ങൾക്ക് അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും എല്ലാ സ്വർഗീയ നന്മയുടെ നല്ലൊരു പകൽക്കാലം നിന്ന് അടിയങ്ങളെ മാനിക്കണം. കൃപയാൽ വഴി നടത്തണം, വരവിനായി ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയെ അപേക്ഷിക്കുന്നു. ദയതോന്ന് കേൾക്കണം നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.